കേരളം മുഴുവൻ കാത്തിരുന്ന ആഗോള എന്ന പേരിന് ഒരു പൊതുഭാഷ്യം നൽകിയ ആഗോള അയ്യപ്പ സംഗമം എന്ന മഹാസംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പേര് കേട്ടാൽ ലോകം മുഴുവൻ നിന്ന് കിടുങ്ങിപ്പോയെന്ന് തോന്നും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ സംഗമം കണ്ടവർക്ക് ശരിക്കും കിടുങ്ങിയത് അവരുടെ ചെവികളാണ്. കസേരകളുടെ ഒഴിഞ്ഞ ശബ്ദം കേട്ട് അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം. ഒരു കാലത്ത് യുവതീ പ്രവേശനം നടത്തി അയ്യപ്പനെയും ഭക്തരെയും ദേഷ്യം പിടിപ്പിച്ചവർ ഇപ്പോൾ അയ്യപ്പ ഭക്തരെ കൂട്ടിയോജിപ്പിച്ച് സംഗമം നടത്താൻ ഇറങ്ങിയപ്പോൾ ഒരു സംശയം തോന്നിയില്ലേ, ഇതെന്താ ഇപ്പോൾ സംഭവമെന്ന്? ശബരിമലയിലെ മുറിവുണക്കാൻ ഇറങ്ങിയ സർക്കാരിന്റെ പുതിയ ചികിത്സാ രീതിയാണോ ഇത്, അതോ 1000 കോടിയുടെ സ്പോൺസർഷിപ്പ് എന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ള ഒരു ചരടുവലിച്ചുള്ള കളിയാണോ? പമ്പയുടെ തീരത്ത് CPMന്റെ സ്വന്തം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ആഡംബര സെൻട്രലൈസ്ഡ് AC പന്തലിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ നീണ്ടപ്പോൾ കസേരകൾ മാത്രം കണ്ണുനട്ട് നോക്കി നിന്നു. ആളുകളേയില്ല. 3500ഓളം അതിഥികൾ വരുമെന്ന് ദേവസ്വം ബോർഡ് അവകാശപ്പെട്ടു. പക്ഷെ വന്നവരോ, അത് വെറും 400-ൽ താഴെ മാത്രം. അതും ID കാർഡ് ധരിച്ചു വന്ന സർക്കാർ ജീവനക്കാരും പരിപാടിയുടെ സംഘാടകരും മാത്രം. കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല എന്ന് ഈ സംഗമം തെളിയിച്ചു. ഉദ്ഘാടനം ചെയ്യാൻ വന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളൊഴിഞ്ഞ കസേരകളോടാണ് സംസാരിച്ചത്. നിങ്ങൾ കണ്ടാൽ അറിയാമല്ലോ എത്രമാത്രം പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകാം. കാരണം വേദിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴങ്ങുമ്പോൾ താഴെ കാറ്റും വെളിച്ചവും മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴുത്തിൽ ID കാർഡ് ഇട്ട കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരും. കസേരകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതിന്റെ കാരണം ആലോചിച്ച് തല പുകച്ചു നിന്ന് സംഘാടകരും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ വരവേൽപ്പിന് സമാനമായി പൂക്കൾ നൽകിയും തിലകം ചാർത്തിയുമാണ് അതിഥികളെ സ്വീകരിച്ചത്. അതും പോരാഞ്ഞിട്ട് വായിക്കാൻ പാർട്ടി പത്രമായ ദേശാഭിമാനിയും നൽകി. സാധാരണഗതിയിൽ ഒരു ക്ഷേത്ര സംഗമത്തിൽ ഭഗവത്ഗീതയോ രാമായണമോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു സത്സംഗ മാസികയോ ഒക്കെ ആയിരിക്കും നൽകുക. പക്ഷേ ഇവിടെ ദേശാഭിമാനി നൽകിയത് ഈ പരിപാടിയുടെ പിന്നിലെ ദുഷ്ടലാക്ക് എത്രത്തോളമാണെന്ന് നമുക്ക് വ്യക്തമാക്കുകയാണ്. ഇതൊരു പരാജയമാണ്. വിശ്വാസികളുടെ പങ്കാളിത്തക്കുറവ് സർക്കാരിനുള്ള തിരിച്ചടിയാണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഉത്തരം കേട്ട് നമ്മളെല്ലാവരും ഒന്നടങ്കം ഞെട്ടിപ്പോയി. 4000-ലധികം പേർ പങ്കെടുത്തു. വേണമെങ്കിൽ ദൃശ്യങ്ങൾ ഉണ്ടാക്കിക്കൂടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ പാർട്ടി സമ്മേളനങ്ങളിൽ ആളില്ലെങ്കിൽ വെച്ച് ജനക്കൂട്ടത്തെ ഉണ്ടാക്കിയാൽ മതി. നല്ല ബുദ്ധിയാണ്. ഒഴിഞ്ഞ കസേരകൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ സെഷനിലും ആളുകൾ വേണമെന്നാണോ എന്നായിരുന്നു. ആ ചോദ്യം നമ്മൾ തിരിച്ചും ചോദിക്കുന്നു. എല്ലാ പരിപാടിക്കും ഇങ്ങനെ ഒഴിഞ്ഞ കസേരകൾ മതിയോ? സംഗമം പരാജയം എന്നത് മാധ്യമ പ്രചാരണമാണെന്നും നാണവും മാനവും ഇല്ലാതെ കള്ളം പ്രചരിപ്പിച്ചുവെന്നും MV ഗോവിന്ദൻ രൂക്ഷ ഭാഷയിൽ വിമർശിക്കുന്നു. പക്ഷേ റിപ്പോർട്ടുകൾ പറയുന്നത് 4245 പേർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തതിൽ 623 പേർ മാത്രമാണ് പരിപാടിക്ക് എത്തിയത് എന്നാണ്. ബാക്കിയുള്ളവരെല്ലാം ഉണ്ടായിരുന്നിരിക്കണം. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് സത്യമാണെങ്കിൽ അത് നമ്മൾ വിശ്വസിച്ചേ മതിയാകും കേട്ടോ. ഈ പരിപാടിക്ക് സർക്കാർ ഫണ്ടോ ദേവസ്വം ഫണ്ടോ ഉപയോഗിക്കില്ലെന്ന് ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകിയതുമാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ലക്ഷങ്ങൾ ചിലവാക്കി പരസ്യം നൽകിയത് പബ്ലിക് റിലേഷൻസ് വകുപ്പാണ്. ആ പൈസ എവിടെ നിന്നാണ് വന്നത്? ആകാശത്ത് നിന്ന് പൊട്ടി വീണതാണോ? ക്ഷേത്രം ഫണ്ട് നൽകിയത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടും കള്ളം പ്രചരിപ്പിച്ചത് ആരാണ്? കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്ക് പണം നൽകാനില്ലാത്ത സർക്കാർ AC പന്തലിനും ആഡംബര സോഫകൾക്കും സ്റ്റാർ ഹോട്ടലുകളിലെ സ്വീകരണത്തിനും പണം മുടക്കിയത് എവിടെ നിന്നുമാണ്? ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെയും നിയമവ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? ആഗോള എന്ന പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ വലിയ അയ്യപ്പ ഭക്തരൊക്കെ വിമാനം കയറി വരുമെന്ന്. പക്ഷേ സംഭവിച്ചത് എന്താണ്? തമിഴ്നാട്, കർണാടക, തെലങ്കാന, ഡൽഹി സർക്കാരുകളെ ക്ഷണിച്ചപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ഒരാൾ വന്നതല്ലാതെ വേറെ ആരും വന്നില്ല. കച്ചവടക്കണ്ണ് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി. പൂങ്കാവനത്തിന്റെ കാവൽക്കാരായ മലമൂപ്പന്മാർ, നായാട്ട് സംഘം, തിരുവാഭരണം ഗുരുസ്വാമി, കളമെഴുത്ത് അവകാശികൾ എന്നിവരെയൊന്നും ക്ഷണിച്ചില്ല. എന്നാൽ അമ്പലപ്പുഴ, ആലങ്ങാട്, പേട്ട സംഘങ്ങളെയും തന്ത്രി കുടുംബത്തെയും ഒടുവിൽ ക്ഷണിച്ചു. പക്ഷെ അവർക്ക് കാഴ്ചക്കാരുടെ റോള് മാത്രം. ഉദ്ഘാടന വേദിയിലും അനുബന്ധ സെഷനുകളിലും ഇവർക്ക് അർഹമായ പരിഗണന കിട്ടിയില്ല. പന്തളം കൊട്ടാരമാകട്ടെ ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആദരം നൽകി. പിന്നെ നടന്ന ഒരു വിചിത്ര സംഭവമാണ് PS പ്രശാന്തിന്റെ മുഷ്ടി ചുരുട്ടിയുള്ള ശരണം വിളി. ശരണം വിളിക്കാൻ മുഷ്ടി ചുരുട്ടണോ എന്ന് ചോദിച്ചാൽ അത് പുതിയ പാർട്ടി സ്റ്റൈലാണെന്ന് അദ്ദേഹം മറുപടി തന്നേക്കാം. ഭക്തർ സാധാരണ ഭക്തിയോടെ കൈകൂപ്പിയാണ് ശരണം വിളിക്കുന്നത്. പക്ഷേ ചിലർക്ക് അത് മാർക്സിസ്റ്റ് ശൈലിയിലായിരിക്കും കൂടുതൽ സൗകര്യമുള്ളത്. കാലം പോയ പോക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കാലത്തിനൊത്ത് മുമ്പോട്ട് പോകാഞ്ഞിട്ടാകാം. ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് കൈമാറില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഈ സംഗമത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ്. പണ്ട് വിശ്വാസികൾ ഭരിച്ചപ്പോൾ ക്ഷേത്രങ്ങൾ നശിച്ചു.
സർക്കാർ വന്നപ്പോൾ എല്ലാം നന്നാക്കി. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. സർക്കാർ ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. ഈ വാദം ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കും. കാരണം ഭക്തരും ഹിന്ദു സംഘടനകളും ക്ഷേത്രഭരണം ഇന്നും വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ നാടകങ്ങൾക്കിടയിൽ യോഗി ആദിത്യനാഥിന്റെ ആശംസയും ഒരു കൗതുകമുണ്ടാക്കി. സംഗമം വിജയിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് കത്ത് കിട്ടി. അതും വലിയൊരു ആഘാതം തന്നെയായിരുന്നു. ഈ പരിപാടിക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനയും ചിരിക്ക് വക നൽകി. പിണറായി വിജയൻ ഒരു ഭക്തനാണ്, അദ്ദേഹം ആദർശത്തിന്റെ പേരിൽ യുക്തിവാദി ചമയുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അയ്യപ്പനെ കാണാൻ വരുന്നവരിൽ 90% മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. അങ്ങനെയാണെങ്കിൽ പാർട്ടി നേതാക്കളെല്ലാം രഹസ്യമായി അയ്യപ്പനെ വിളിക്കുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഒരുമാതിരിപ്പെട്ടവരെല്ലാം പാർട്ടി ഓഫീസുകളിൽ നിന്നും നേരെ ശബരിമലയിലേക്ക് പോകുന്നത്. വെള്ളാപ്പള്ളിയുടെ ഈ മൂടതാങ്ങൽ പ്രസ്താവന ഈ സംഗമത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതൊരു ചെറിയ തമാശയായി നമുക്ക് കാണാം. പക്ഷേ ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം വളരെ വളരെ വലുതാണ്. ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്ന് ഉണ്ടായ മുറിവുണക്കാനും വിശ്വാസികളെ പാർട്ടിയോട് അടുപ്പിക്കാനും വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു ഇത്. NSSും SNDPയും KPMSും ഒരേ വേദിയിൽ വന്നപ്പോൾ സർക്കാർ ലക്ഷ്യത്തിനടുത്തെത്തി എന്ന് നമ്മൾ എല്ലാവരും വിചാരിച്ചു. പക്ഷേ സാധാരണ വിശ്വാസികൾ ആ വേദിയിലേക്ക് വന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അവർക്ക് സർക്കാരിലുള്ള വിശ്വാസം ഇപ്പോഴും ഇല്ല. ഇത് തന്നെയാണ് ആ ഒഴിഞ്ഞ കസേരകളും പറയുന്നത്. യുവതീ പ്രവേശനം ഒരു അടഞ്ഞ അധ്യായമാണെന്ന് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതും കേസ് പിൻവലിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ പ്രതിപക്ഷത്തിന് പോലും ശക്തമായി പറയാൻ കഴിയാതെ പോയതും ഈ സംഗമത്തിന്റെ രാഷ്ട്രീയ വിജയമായി പാർട്ടി കാണുന്നുണ്ടാകാം. പക്ഷേ സാധാരണ അയ്യപ്പ ഭക്തന്മാർ ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട്. ഒരു വശത്ത് ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് കൈമാറില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു. പണ്ട് വിശ്വാസികൾ ഭരിച്ചപ്പോൾ ക്ഷേത്രങ്ങൾ നശിച്ചു, സർക്കാർ വന്നപ്പോൾ എല്ലാം നന്നാക്കി എന്നാണ് അദ്ദേഹത്തിന്റെ വലിയൊരു വാദം. സർക്കാർ ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കുന്നില്ല എന്നും അദ്ദേഹം വിളിച്ചു കൂവുന്നുണ്ട്. അവസാനം പമ്പയിലെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള പന്തലിൽ വെറും കുറച്ച് ആളുകളും ഒഴിഞ്ഞ കസേരകളും മാത്രം അവശേഷിച്ചു. വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് ഈ സർക്കാർ എത്ര ദൂരെ ഉണ്ടെന്ന് ഈ ഒഴിഞ്ഞ കസേരകൾ വിളിച്ചു പറയുകയാണ്. യുവതീ പ്രവേശം, ഒഴിഞ്ഞ കസേരകൾ, രാഷ്ട്രീയ നേട്ടം ഇതൊക്കെ ചേർത്തപ്പോ ഇത് വെറുമൊരു സംഗമമായിരുന്നില്ല. ഇത് വിശ്വാസികളുടെ വോട്ട് നേടാൻ വേണ്ടി നടത്തിയ ഒരു വലിയ നാടകമാണ്. പക്ഷെ ആ നാടകം ഒരു ഫ്ലോപ്പ് ഷോ ആയിപ്പോയി. കാരണം വിശ്വാസികൾക്ക് വിശ്വാസത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം വേണ്ട. വിശ്വാസികളെയും ക്ഷേത്രങ്ങളെയും എല്ലാം വെറും രാഷ്ട്രീയ ഉപകരണങ്ങളാക്കി കണ്ട ഈ സംഗമം ജനങ്ങളുടെ മനസ്സിൽ ഒരു പുത്തൻ ചിന്തയ്ക്ക് ഇടം നൽകി. വിശ്വാസത്തിന്റെ പേരിൽ കച്ചവടം നടത്താൻ ഇറങ്ങിയവർക്ക് കിട്ടിയ 8ന്റെ പണി തന്നെയാണിത്. ആഗോള അയ്യപ്പ സംഗമം എന്നതിന് പകരം നമുക്കിതിനെ അഖില കേരള പരാജയം എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.